സോ ഹെഡിങ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ചോദിച്ചു കഴിഞ്ഞാൽ എസ് എ ആയിട്ട് വരും. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അപ്പം നമുക്കറിയാം ഒരു വസ്തുവിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസമുള്ള മറ്റൊരു വസ്തുവിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് ഒരു വ്യത്യാസം വരും. There is a deviation in the path of the light ray when it passes from one medium to another. That is called refraction. Now consider a prism. Prism നമ്മൾ ട്രയാങ്കുലർ ഫോമിലാണ് വരയ്ക്കുന്നത്. ഒരു പ്രിസം കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പ്രിസം. ഈ പ്രിസത്തിലേക്ക് നമ്മളുടെ ഒരു ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നു. അത് അവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അത് റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും എയറിലോട്ടാണ് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ച് പുറത്തു പോകും. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഒരു ഇൻസിഡന്റിന്റെ കയറി ഇവിടെ വന്ന് ഇത് എയറാണ്, ഇത് ഗ്ലാസ് ആണ്, ഇത് വീണ്ടും എയറാണ്. അപ്പം നമുക്കറിയാം ഇതിനകത്തോട്ട് കയറുമ്പോഴും അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ഇനി നമുക്കിവിടെ നോർമൽ വരയ്ക്കണം. നോർമൽ നോക്കുക, ഈ പോയിന്റിനാണ് നോർമൽ വരയ്ക്കേണ്ടത്. റിഫ്രാക്റ്റിംഗ് സർഫസിന് നോർമൽ വരയ്ക്കണം. അപ്പം ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന 90 ഡിഗ്രിയിലുള്ള ലൈൻ. അപ്പൊ എന്താ, അതിങ്ങനെ ഇരിക്കും. ദിസ് ഈസ് എ ലൈൻ ഓഫ് ജോയിൻ ഓർ നോർമൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നമുക്കൊരു നോർമൽ വരയ്ക്കാം. അപ്പൊ അത് രണ്ടും കൂടെ ഇവിടെ കൂട്ടിമുട്ടും. ഫിഗർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ രണ്ട് വരച്ചത് നോർമലുകളാണ്. സോ വന്ന റേക്ക് ഞാനൊരു പേര് കൊടുത്തു പി. ഈ ജംഗ്ഷനിൽ വന്നത് കൂട്ടിമുട്ടി ക്യൂ. ഈ ജംഗ്ഷനിലൂടെ അത് പുറത്തിറങ്ങി ആർ. ഇതിലൂടെ അത് ഇവിടെ എത്തി എസ്. പി ക്യൂ ആർ എസ്. ഏറിയപ്പോൾ ഒരു റിഫ്രാക്ഷൻ നടന്നപ്പം ഇതായിരുന്നു നോർമൽ. നോർമലിൽ നിന്ന് ബെൻഡ് ചെയ്ത് ഇവിടെ വന്നപ്പോഴും നോർമലിൽ നിന്ന് ബെൻഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇങ്ങോട്ട് വരച്ചു. അതായത് റിഫ്രാക്ഷൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതിലൂടെ പോയേനെ അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം? ഈ റിഫ്രാക്ഷൻ നടക്കുന്നില്ലായിരുന്നെങ്കിൽ തുളഞ്ഞു കയറി ട്രാൻസ്മിഷൻ നടന്ന് ഇതിലൂടെ പോയേനെ. പക്ഷേ റിഫ്രാക്ഷൻ നടന്നതുകൊണ്ട് ഔട്ട്പുട്ടിൽ വന്ന റേ ഇൻപുട്ടിൽ നിന്ന് ഇത്രയും വ്യത്യാസപ്പെട്ട വന്നത്, അല്ലെങ്കിൽ ഇത്രയും ആംഗിൾ വ്യത്യാസത്തിലാണ് വന്നത്. ഇവിടെ ഒരു മഞ്ഞ ലൈൻ ഞാൻ വരച്ചാൽ ആ ഒരു ലൈനിൻ്റെ ഈ ഒരു ആംഗിൾ വ്യത്യാസത്തിലാണ് നമ്മളുടെ റേ വന്നതും പുറത്തു പോയതും തമ്മിലുള്ള വ്യത്യാസം. സോ ആ ആംഗിളിനെയാണ് നമ്മൾ സ്മോൾ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. പടം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇനി ഇതാണ് നമ്മളുടെ ആദ്യം വന്ന ഫേസിലെ ഇൻസിഡന്റ് ആംഗിൾ. ഇതാണ് നോർമൽ, ഇതാണ് ഇൻസിഡന്റ് റേ. അതുകൊണ്ട് ഇതിനെ ഞാൻ I1 എന്ന് എഴുതി. ഇവിടെ ഇതാണ് നോർമല്, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. അതുകൊണ്ട് നോർമലുമായിട്ടുണ്ടാകുന്ന ഇതിനെ R1 എന്ന് എഴുതി. ഇവിടെ ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പൊ ഇത് ഇവിടെ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ ഇൻസിഡന്റ് റേ ഉണ്ടല്ലോ R1 + R2 + N = 180. ഇവിടെ നമുക്ക് ഇതാണ് ഇൻസിഡന്റ് റേ. പക്ഷെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിഗറിലും NCERT നോക്കിയാൽ മതി. ഇതിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിനെ തന്നെ I2 എന്ന് എടുത്തു. ഡെറിവേഷൻ്റെ എളുപ്പത്തിനാകട്ടോ, പ്രത്യേകിച്ച് ഒന്നിനുമല്ല.
അതുപോലെ തന്നെ ഇവിടെ R1 എടുത്തപ്പം അത് ക്ലോസ് ചെയ്തുണ്ടാകുന്ന ഈ ട്രയാങ്കിളിന് R2 എന്ന് പറയും. ഇവിടം കൊണ്ട് ഫിഗർ തീർന്ന്. വേണമെങ്കിൽ ഇതിനൊരു പേര് കൊടുക്കാം, ട്രയാങ്കിൾ അല്ലെങ്കിൽ പ്രിസം എ ബി സി. ഈ ഒരു പോയിന്റിന് ഞാൻ എം എന്നും ഈ ഒരു പോയിന്റിന് ഞാൻ എൻ എന്നും കൊടുക്കും. ക്ലിയർ ആയോ പടം? എല്ലാവരും മുന്നോട്ട് മാറ്റിക്കുകയും ഒന്ന് ആലോചിച്ച് നോക്കിയും. PQRS എന്ന് പറയണ ഒരു റേ ആണ് നമുക്കുള്ളത്. ആ PQRS എന്ന് പറയുന്ന റേ പിയിൽ നിന്ന് ക്യൂവിലോട്ട് നമ്മളുടെ പ്രിസത്തിൽ വന്ന് തട്ടുമ്പോൾ അവിടെ വെച്ചൊരു റിഫ്രാക്ഷൻ നടന്ന് അത് വളയുന്നു. അപ്പൊ ഇവിടെ വരുന്ന ഈ റേ ഇവിടെ വന്നിട്ട് റിഫ്രാക്ഷൻ നടന്ന് വളഞ്ഞിങ്ങ് പോകുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴും ഗ്ലാസ് ആണ്, പിന്നെ എയർ ആണ്. അപ്പൊ ഇവിടെ വെച്ചത് റിഫ്രാക്ഷൻ നടന്ന് പുറത്തോട്ട് പോകും. അപ്പം ഓരോ ആംഗിൾ നമുക്കറിയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നമുക്ക് വരയ്ക്കാൻ അറിയാം. ഇൻസിഡന്റ് റേയും ഇതിനെ 90 ഡിഗ്രി ആക്കി വരയ്ക്കുന്ന ഈ ലൈനെയാണ് നോർമൽ എന്ന് പറയുന്നത്. അത് ഈ ഡാർക്ക് ഗ്രീൻ ലൈൻ, അതാണ് നോർമൽ. ഇവിടെ ഈ ഡാർക്ക് ഗ്രീൻ ലൈൻ, അതാണ് നോർമൽ. ഇനി എന്നാന്ന് ചോദിച്ചാല്, റിഫ്രാക്ഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ഈ ലൈൻ ഇതിലേ വന്നാൽ നേരെ ഇങ്ങോട്ട് ആയിരുന്നു പോകേണ്ടത്. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങോട്ട് പോയി, ഇവിടെ വന്ന് താഴത്തേക്ക് പോയി. അതായത് അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു. അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ റിഫ്രാക്ഷൻ എത്രമാത്രം ഉണ്ടായി എന്നറിയുന്നത് ഈ വന്ന രശ്മിയിൽ നിന്ന് ഈ പുറത്തേക്ക് പോയ റേ എത്രമാത്രം ബെൻഡ് ചെയ്തു എന്നറിയാനാണ്. അപ്പൊ ഈ റേയിനെ നീട്ടി വരച്ചു, ഈ റേയിനെ നീട്ടി വരച്ചപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ആ ആംഗിളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഡി. അതിനെയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയും മനസ്സിലായോ ദീപക്കെ? ഫിഗർ മനസ്സിലായോ? പടത്തില് പ്രൂവ് ചെയ്യാൻ നടുക്ക് R1 R2 എന്ന് കൊടുത്തേ ഉള്ളൂ. ഏറുന്നത് ശരിക്കും നമ്മൾ ഇത് I1 R1, ഇതിനെ I2 R2 എന്ന് എഴുതാറുണ്ട്. പക്ഷെ ടെക്സ്റ്റിലും ഇതിനകത്ത് ഇത് I1 R1, ഇതിനെ R2 എന്ന് എടുത്താൽ ഈ ട്രയാങ്കിളിന്റെ പേര് കൊടുത്ത് എഴുതാൻ വേണ്ടിയുള്ള എളുപ്പത്തിന്. വളരെ എളുപ്പമാണ്, പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. വളരെ സിമ്പിളാണ് കാര്യം, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്ത് തുടങ്ങാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്നെൽസ് ലോ ആണ്. sin I by sin R is equal to N2 by N1. സ്നെൽസ് ലോ അറിയായിരിക്കുമല്ലോ. സ്നെൽസ് ലോ sin I ഡിവൈഡഡ് ബൈ sin R is equal to N2 ഡിവൈഡ് ബൈ N1 അല്ലെ N21 എന്ന് എഴുതാം. സ്നെൽസ് ലോ. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഐയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിന് ഞാൻ രണ്ട് രീതിയിൽ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് അവരെ ഇക്വേറ്റ് ചെയ്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നോക്കിയിരുന്നോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കൺസിഡർ ട്രയാങ്കിൾ QNR. ഏതാണ് ട്രയാങ്കിൾ? ഇതാ ഇത് അല്ലേ? ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്നാണ്? ഈ ഒരു ട്രയാങ്കിൾ ആണ്, അതിന്റെ എല്ലാ ആംഗിളുകളുടെയും തുക എപ്പോഴും 180 ആയിരിക്കും. സോ അതാണ് ഞാൻ അതിന് R1 R2 എന്ന് ഒരുമിച്ച് കൊടുക്കാൻ കാരണം. R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് ആംഗിൾ N, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ക്യാപിറ്റൽ. സംശയമൊന്നുമില്ലല്ലോ? ഇതൊരു ട്രയാങ്കിൾ ആണ് ദിയ, ഇതൊരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിലെ 3 കോണുകൾ നമ്മൾ ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. സോ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഞാൻ ഒരു എണ്ണോട് എഴുതാൻ പോവാണ്. ദാ ഈ ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ അല്ല, നമ്മൾ പറയുന്ന റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ 4 വശമുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ, ആംഗിൾ എ പ്ലസ് ആംഗിൾ N, ദാറ്റ് ഈസ് ഓൾസോ 180 ഡിഗ്രി. ഒരു ചതുർഭുജത്തിന്റെ 4 വശമുള്ളതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ അളവ് 180 ഡിഗ്രി ആയിരിക്കും. ഇത് ഈ QNR എന്ന് പറയുന്ന ട്രയാങ്കിളിലെ മൊത്തം ആംഗിളിന്റെ അളവ് 180 ഡിഗ്രി ആയിരിക്കും.
രണ്ടും കിട്ടിയല്ലോ. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതും 180 ആണ്, ഇതും 180 ആകുമ്പം രണ്ടിന്റെ LHS തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. Equate the LHS. Angle A plus angle N is equal to angle R1 plus angle R2 plus angle N. ശരിയല്ലേ? ഇവിടെ രണ്ട് വശത്ത് N ഉണ്ട്, ഇവിടെ കൊണ്ട് കുറച്ചാൽ കളയാം. സോ ആംഗിൾ എ എന്ന് പറയുന്നത് നോക്കി, ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2. ഇതിനാണ് നമ്മൾ R1 R2 എന്നൊക്കെ എഴുതാൻ പോകുന്നത്. ഇതിനകത്തുള്ള റിഫ്രാക്ഷൻ റേ പ്രിസത്തിനകത്ത് വെച്ച് നോർമലും ആക്കി ഉണ്ടാക്കുന്ന രണ്ട് ആംഗിളുടെ സമ്മേഷൻ ആയിരിക്കും ഈ ആംഗിൾ എ എന്ന് പറയുന്നത്. കണ്ടോ? ദാറ്റ് ഈസ് നമുക്ക് എടുക്കേണ്ട ഒരു ഇക്വേഷൻ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2. അതൊരു ബോക്സിൽ കിടന്നോട്ടെ. ഇനി ആംഗിൾ ഡി, ഈ സ്മോൾ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. എന്തിനാന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഓരോ സ്റ്റെപ്പ് വഴി ചെയ്തു വരാം ഞാൻ. ഇവിടം കൊണ്ടൊന്ന് തിരിക്കാം. ഈ ആംഗിൾ ഡി ആണ് ഇനി ചെയ്യേണ്ടത്. സോ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഇതൊരു ഈ രണ്ട് ലൈനുകളുടെ ഇതിങ്ങനെ പോയി ഇത് നോർമൽ വരയ്ക്കുമ്പോൾ ഇതും പാരലാകും കേട്ടോ. അതിനെ ഒരു ലൈൻ ക്രോസ് ചെയ്യുമ്പം ഇവിടെ ഉണ്ടാകുന്ന എക്സ്റ്റീരിയർ ആംഗിള് ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിളിന്റെ സമ്മേഷൻ ആയിരിക്കും. അതായത് ഇവിടെയുള്ളതാ ഇതിന്റെയും സമ്മേഷൻ ആയിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾ. സോ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ആംഗിൾ ഡിനെ എങ്ങനെ എഴുതാം? ഈ ഡി എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടണം. അപ്പം MQR, ആംഗിൾ MQR പ്ലസ് MRQ, ആംഗിൾ MRQ. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നോക്കി, ഇത്രയും I1. ഇത് കാണാൻ വേണ്ടി ഇതും സെയിം ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ I1 മൈനസ് R1 എന്ന് പറയുന്നതാണ് ഇത്. സോ I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. നമുക്ക് കൂട്ടി എഴുതാം. I1 പ്ലസ് I2 മൈനസ് R1 മൈനസ് R2. That is equal to I1 plus I2 minus of R1 plus R2. ഇനി R1 plus R2 എത്രയാണ്? ഇക്വേഷൻ R1 plus R2. That is equal to angle A. ശരിയാ. ഇക്വേഷൻ നമ്പർ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് ഒന്നൊന്ന് കൊടുത്താണ് കൺഫ്യൂഷൻ. രണ്ടിനും ഒന്നൊന്ന് കൊടുക്കില്ല, ഇത് മൂന്നൊന്ന് കൊടുക്കണം. സോ ബൈ ഇക്വേഷൻ 3 you can substitute that value is equal to I1 plus I2 minus capital A. അല്ലെങ്കിൽ ആംഗിൾ A. That is angle of minimum deviation. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ഡെറിവേഷൻ അങ്ങ് ചെയ്ത് വിടുവാണ്, നിർത്താതെ തന്നെ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളത് മേ ബി 90% സാധ്യതയുള്ളത് ദീപക്കിനാണ്. സോ ബി വെരി കെയർഫുൾ. ചിലപ്പോൾ മറ്റവരോട് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്താണ് എന്ന് ചോദിച്ചൊരു കുഞ്ഞി പ്രോബ്ലം ചോദിക്കാറുള്ളൂ. ദീപക് പക്ഷെ ഇവിടെ ഇല്ലെന്ന് തോന്നാം. ദീപക് ഉണ്ടോ ക്ലാസ്സിൽ? ഇല്ല. ജസ്റ്റ് ലീവ്. സോ I1 പ്ലസ് I2 മൈനസ് ആംഗിൾ എ എന്ന് പറയണതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സാധ്യമെങ്കിൽ പരീക്ഷയ്ക്ക് ആ വാല്യൂ, ഈ പടം വരച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂ ഏതാന്ന് ഓർത്തിരിക്കാൻ പഠിക്കുക. ഒരു ട്രയാങ്കിളിന്റെ, ഇതൊരു പ്രിസത്തിന്റെ എ എന്ന് പറഞ്ഞ ആംഗിളും ബി എന്ന് പറയുന്ന ആംഗിളും സി എന്ന് പറഞ്ഞ ആംഗിളും സെയിം ആണ്. ഏതെങ്കിലും ഒരു ആംഗിളിന്റെ ഒരു പ്രിസത്തിന്റെ ഒരു ആംഗിളിന്റെ വാല്യൂ കാണാൻ ചോദിച്ചാൽ
ഈ R1ഉം R2ഉം കൂട്ടിയെടുത്താൽ മതി. ഇനി ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാൻ വേണ്ടി I1ഉം I2ഓടെ കൂട്ടിയെടുത്തേച്ച് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിൾ എ കുറച്ചാൽ മതി. അപ്പം 2 പാർട്ട് കഴിഞ്ഞു. ഒന്നോടെ തിരിക്കാം. ഇനി ഞാനൊരു കേസ് പറയുവാണ്, ശ്രദ്ധിച്ചിരുന്നോ? കേസ് 1 അല്ലെങ്കിൽ സ്പെഷ്യൽ കേസ്. ഇഫ് I1 ഈക്വൽ ടു വായിക്കാനും മതി. ഇഫ് I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I ആണെന്നിരിക്കട്ടെ, ഇതും സെയിം ആണെന്നിരിക്കട്ടെ, ഇറങ്ങിപ്പോകുന്ന ആംഗിളും കയറി പോകുന്ന ആംഗിളും സെയിം ആണ്. അതുപോലെ തന്നെ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R ആണെന്ന് ഇരിക്കട്ടെ. ഒരിക്കലും ഇതും സെയിം ആയി അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന കേസിൽ ഞാൻ വീണ്ടും പറഞ്ഞത് ഇതിനെ ഐയും ഇതിനെ ആറിനും ഇതിന് തന്നെ R2 എന്ന് പേരും കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 3 എങ്ങനെയാവും? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 2R എന്ന് കിട്ടും. ഓർ R എന്ന് പറയുന്നത് ആംഗിൾ A/2 എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അതുപോലെ തന്നെ സ്മോൾ ഡി അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, സ്മോൾ ഡി എന്ന് എഴുതാം, ക്യാപിറ്റൽ ഡി എന്ന് എഴുതാം, ഓർ ക്യാപിറ്റൽ ഡി. അത് ഇക്വേഷൻ 4 എന്ന് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 4, ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 2I മൈനസ് ആംഗിൾ എ. സോ I എന്ന് പറയണത് കാണാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഡി പ്ലസ് ആംഗിൾ എക്ക് വരെ ഞാൻ ചുമ്മാ എന്ന് എഴുതി. എ ഈക്വൽ ടു 2I, ഓർ I എന്ന് പറയണത് A പ്ലസ് D/2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. തീർന്നു. ഒന്നും മനസ്സിലായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആംഗിൾ ആറിന്റെ വാല്യൂ, ഇത് ആംഗിൾ ഐയുടെ വാല്യൂ. തിരിച്ച് നമ്മൾ സ്നെൽസ് ലോയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സ്നെൽസ് ലോ, sin I by sin R is equal to N2 by N1. So sin I divided by sin R is equal to N2 by N1. That is equal to sin ഐയുടെ വാല്യൂ എത്രയാണ്? A plus D/2 divided by sin A/2. That is equal to N21 or N2 divided by N1 or N. ഇങ്ങനെയാണ് ഒരു പ്രിസത്തിന്റെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും sin I by sin R അല്ലെ ആംഗിൾ എ കണ്ടുപിടിക്കണം. ഇതൊക്കെ സ്പെക്ട്രോമീറ്റർ കൊണ്ടാണ് കണ്ടുപിടിക്കണം. ഈ കയറുന്ന റേ ആദ്യം നമ്മൾ ഇവിടെ കൊണ്ടുപോയി സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കും. എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ കറങ്ങി വന്ന് ഇവിടെ വെച്ച് നോക്കും. അങ്ങനെ നമ്മൾ ഈ പ്രിസത്തിന്റെ എയും ഡിയും ആംഗിൾ ഈ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എങ്ങനെ കണ്ടുപിടിക്കും എന്നതൊരു ചോദ്യമാണ്. പ്രാക്ടിക്കലിനകത്ത് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ടു ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം. അത് നമുക്കറിയാം N2 ഡിവൈഡഡ് ബൈ N1. അപ്പൊ N2 ആണ് പ്രിസത്തിന്റെ കണ്ടുപിടിച്ചാൽ മതി. N1 എയറിന്റെ നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ sin I by sin R ചെയ്യണം. അതിനൊരു പ്രിസത്തിന്റെ ഇത്ര ഓർത്താൽ മതി. sin A plus D/2 by sin A/2. A plus D/2 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രിസത്തിന്റെ ആംഗിൾ, എല്ലാ ആംഗിളും സെയിം ആണ്, പ്ലസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ബൈ 2 ഡിവൈഡഡ് ബൈ 1, ഒരു ആംഗിളിന്റെ ബൈ 2. sin A plus D/2 ഡിവൈഡ് ബൈ sin A/2 ഈസ് ഈക്വൽ ടു N21 or N2 divided by N. നല്ല ഒരു ബിഗ് ഡെറിവേഷൻ ആണ്. ചോദ്യം എങ്ങനെ വരും? ഫൈൻഡ് ഔട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, ഒരു എക്സ്പെരിമെന്റ് ഉണ്ടാക്കുക, ആംഗിൾ ഓഫ് ദ പ്രിസം കാണാൻ. അല്ലെങ്കിൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്താണ്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഒരു പ്രിസത്തിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പ്രിസം ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവിന്റെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എങ്ങനെ കണ്ടുപിടിക്കാം. ഈ 3 എസ്സേയ്ക്കും 3 ചോദ്യത്തിനും വരേണ്ട ഉത്തരം ഇതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി കെയർഫുൾ. ഓക്കെ, യു മസ്റ്റ് സ്റ്റഡി ഇറ്റ്. So our heading, refraction at a spherical surface. Study.
refraction at a spherical surface. ഇപ്പം നമുക്കറിയാം, നമുക്കിത് എഴുതണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും ഒരു സ്പെറിക്കൽ സർഫസ് വേണം. ദിസ് ഈസ് എ സ്പെറിക്കൽ സർഫസ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ സെൻട്രലിലൂടെ ഒരു ആക്സിസ് നമ്മൾ വരച്ച് സി യു എഫ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ആക്സിസ് വരച്ചു. ആ ആക്സിസിലെ ഒരു പോയിന്റ് ആണ് നമ്മളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പോയിന്റ്. ഒബ്ജക്റ്റ് മുഴുവനായിട്ടൊന്നും വരയ്ക്കുന്നില്ല, ഞാൻ O എന്നെടുത്ത് നമ്മളുടെ ഈ മീഡിയത്തിന്റെ, ഏത് മീഡിയത്തിന്റെ, എയർ, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ N1 എന്നെടുത്തു. ഇതിനകത്ത് ഇപ്പൊ ലെൻസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്പെറിക്കൽ സർഫസ് വേണം. അതിനകത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ N2 എന്നെടുത്തു. കേട്ടോണം. നമുക്കറിയാം, ഇവിടുന്ന് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഇൻസിഡന്റ് റേ വരുവാണെങ്കിൽ അത് ഈ സ്പെറിക്കൽ ഇതിൽ തട്ടും. സ്പെറിക്കൽ അതേ തട്ടിയിട്ട് അത് റിഫ്രാക്ഷൻ നടന്ന് വേറൊരു പോയിന്റിൽ വീഴും. അവിടെയാണ് നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. So this is the point at which the image is formed, that is represented by I. ഇനി ഇവിടെ എനിക്കൊരു നോർമൽ വരയ്ക്കണം. ഇവിടെ നോർമൽ വരയ്ക്കുമ്പം ശ്രദ്ധിക്കണം, ഈ പോയിന്റിനെ ഇവിടെ വരുന്ന ഈ ഒരു പെർപെൻഡിക്കുലർ ആയി അല്ലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എവിടെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന റേഡിയസ് ഇതിലേക്ക് കടന്നു പോകാം, അതായിരിക്കും എപ്പോഴും അതിന്റെ നോർമൽ. അപ്പോൾ ഇതിനൊരു നോർമൽ വരയ്ക്കുക എന്ന് പറയുമ്പം ഇങ്ങനെ വരും നോർമൽ. നടുക്കുന്ന ഒരു നോർമൽ ഇങ്ങനെ വരച്ചു. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ അറിയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് നോർമലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി എനിക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ പുതിയ രണ്ട് ആംഗിളുകൾ കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ്, ദിസ് ഈസ് ആൽഫ, ദിസ് ഈസ് ബീറ്റ. ആൻഡ് ഓൾസോ ടേക്കൺ ആൻഡ് ദിസ് ഈസ് ആംഗിൾ തീറ്റ. ഒന്നും തെറ്റിപ്പോകരുത്, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ടെക്സ്റ്റിൽ എവിടെയാണേലും ഈ ആംഗിളിന്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ നോർമൽ വരയ്ക്കുന്നത് അതിന്റെ സെൻട്രൽ നിന്നാണ്, അല്ലെ സിയിൽ നിന്നാണ്. എന്താ ഈ ദൂരം എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും, ക്യാപിറ്റൽ R ആയിരിക്കും. ഇതിന്റെ പോളിൽ നിന്ന് ഇമേജ് ഉണ്ടായ ഈ I വരെയുള്ള പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇമേജിന്റെ ഡിസ്റ്റൻസ് V ആണ്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് വരെയുള്ള ഈ ദൂരം എന്ന് പറയുന്നത് U ആണ്. അപ്പൊ U എഴുതി, V എഴുതി, R എഴുതി, ആൽഫ എഴുതി, ബീറ്റ എഴുതി, തീറ്റ എഴുതി, R എഴുതി, I എഴുതി, N1 എഴുതി, N2 എഴുതി. ദിസ് ഈസ് ദ റേ. സംശയമൊന്നുമില്ലല്ലോ. ഒരു സർഫസ് എടുത്തുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സർഫസ് എടുത്താലേ ലെൻസിന്റെ കാര്യം, ലെൻസ് മേക്കേഴ്സ് ഫോർമുല എടുക്കാൻ പറ്റുള്ളൂ. അതിന് ആദ്യം ഒരു സർഫസ് എടുത്തിട്ട് ആ സർഫസിൽ എങ്ങനെ റിഫ്രാക്ഷൻ നടക്കുമെന്നാണ് പറഞ്ഞു വെക്കാൻ പോകുന്നത്. O എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, I എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ്, പിന്നെ I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, R എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി തുടങ്ങുക, ഞാൻ ചെയ്യാൻ പോകും. ഫസ്റ്റ് പോയിന്റ്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്താൽ അത് ആർക്കിനെ റേഡിയസ് കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ്. ആ ഇക്വേഷൻ എടുത്തു. അങ്ങനെയെങ്കിൽ ആൽഫ എത്ര? ആൽഫ ഉണ്ടാക്കുന്ന ഇവിടെ വരുന്ന ആർക്ക് എന്ന് പറയണത്, ലെൻസിന് പേര് കൊടുത്തില്ലേ,
1 second, 1 more second. കൊടുക്കാത്ത കളർ ഇനി ഏതാവുക, തീർന്നല്ല. ഇവിടെ എം എന്ന് കൊടുക്കാം, ഈ പോയിന്റിന് എൻ എന്ന് കൊടുക്കാം. ഇതാകട്ടെ എം, അതെ ഈ പോയിന്റ് എം, ഈ പോയിന്റ് എൻ. അപ്പം ആർക്ക് എന്ന് പറഞ്ഞാൽ ആൽഫയുടെ ആർക്ക് ഇതാണ് എം എൻ ഡിവൈഡഡ് ബൈ അങ്ങോട്ടുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഒ എം, റേഡിയസ്. സിമിലർലി ബീറ്റ എത്രയാണെന്ന് നോക്കി, ആർക്ക് എം എൻ ഡിവൈഡഡ് ബൈ എം സി ഓർ സി എം. സിമിലർലി തീറ്റ ഈസ് ഈക്വൽ ടു, വളരെ എളുപ്പം, ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ച, ആർക്ക് ബൈ റേഡിയസ് എം എൻ ഡിവൈഡഡ് ബൈ ഐ എം. അതാണ് ഫസ്റ്റ് പാർട്ട്. ഒരു പാർട്ട് തീർന്നു. എന്നാ ചെയ്തു, ആർക്ക് ബൈ റേഡിയസ് ഉപയോഗിച്ച് നമ്മളെ ട്രയാങ്കിൾ വരച്ച എല്ലാ ആംഗിളുകളെയും ഈ പറയുന്ന ആർക്ക് ബൈ റേഡിയസ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഐ എത്രയാണെന്ന് എഴുതാൻ പോവാം. ആംഗിൾ ഐ എന്ന് പറയുമ്പം, ആംഗിൾ ഐ എന്ന് പറയുന്ന ഈ എക്സ്റ്റീരിയർ ആംഗിള് ഈ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിളുകളുടെ സം ആയിരിക്കും. മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ദ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഐ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ആണ്. ആൽഫ ഇവിടെ ഇരിപ്പുണ്ട്, ബീറ്റ ഇവിടെ ഇരിപ്പുണ്ട്. ആൽഫ എന്ന് പറയുന്നത് എം എൻ ബൈ ഒ എം പ്ലസ് എം എൻ ഡിവൈഡഡ് ബൈ എം സി. ശരിയല്ലേ? ദാറ്റ് ഈസ് ആംഗിൾ ഐ. ദാറ്റ് ഈസ് ടേക്കൻ ആസ് ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ തന്നെ ഞാൻ ആംഗിൾ ആർ എടുക്കുവാണ്. ആറ് ഇതാ ഇത്. അപ്പം ഇത് രണ്ടും കൂടെയും കൂട്ടിയ ബീറ്റയാണ് അല്ലേ. ബീറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ പ്ലസ് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ആ ആംഗിൾ ആറ് കാണണമെങ്കിൽ തീറ്റ ഇപ്പറേ കൊണ്ടേ കുറയ്ക്കണം. ആംഗിൾ ബീറ്റ മൈനസ് ആംഗിൾ തീറ്റ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം എൻ ഡിവൈഡഡ് ബൈ എം സി മൈനസ് എം എൻ ഡിവൈഡഡ് ബൈ ഐ എം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദാറ്റ് ഈസ് ആർ. മനസ്സിലായോ? ഒന്നും ആയിട്ടില്ല, ചെയ്ത് വരുന്നേ ഉള്ളൂ. ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. എന്നാ വെച്ചാൽ നിങ്ങൾ പി പി ടി ആയിട്ട് എങ്ങനെ കാണിച്ചാൽ നിങ്ങൾ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ. അപ്പം ആംഗിൾ എല്ലാം എഴുതി, ആംഗിളിൻ്റെ വാല്യൂ അങ്ങനെ ഓരോ തരങ്ങളായിട്ട് ഹെഡിങ്ങൾ ഓർത്താൽ ആംഗിൾ എല്ലാം സെപ്പറേറ്റ് എഴുതി, അത് വെച്ച് ഐയും ആറും എത്രയാന്ന് ഡിഫൈൻ ചെയ്യും. ഈ ഇടയ്ക്ക് ലീവായി പോകുന്നു ആര്? ഇത്രേ എനിക്ക് നെറ്റ് ഉള്ളൂ. ഐ തിങ്ക് ഈയിടെ എല്ലാവരുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും, എനിക്കറിയില്ല എൻ്റെ പ്രശ്നം എന്നാണ്. ഇനി ഞാൻ സ്നെൽസ് ലോയിലോട്ട് ഇത് കൊടുക്കുവാണ്. അപ്ലൈഡ് ഇൻ സ്നെൽസ് ലോ. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1. ഇനി ഞാൻ പറയാണ്, ഈ ആംഗിൾ ഐയും ആറും വളരെ ചെറുതാണെങ്കിൽ നമുക്കറിയാം ഐയും if I and R are very small, then സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ തന്നെയായിരിക്കും. അപ്പൊ സൈൻ എഴുതേണ്ട ആവശ്യമില്ല. ഐ ബൈ ആർ ഈക്വൽ ടു n2 ബൈ n1 എടുക്കാം. അപ്പം അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ n1 ഇൻറ്റു ഐ ഈക്വൽ ടു n2 ഇൻറ്റു ആർ എന്ന് എഴുതാം. n1 ഇൻറ്റു ഐ, n1 ഇൻറ്റു ഐയുടെ ഇക്വേഷൻ ഏതാ? എം എൻ ബൈ ഒ എം പ്ലസ് എം എൻ ബൈ എം സി ഈക്വൽ ടു n2 ഇൻറ്റു എം എൻ ബൈ എം സി മൈനസ് എം എൻ ബൈ ഐ എം. എല്ലാത്തിൻ്റെയും മുകളിൽ എം എൻ. യു ക്യാൻ ക്യാൻസൽ ഇറ്റ്. കോമൺ ആയിട്ട് എടുത്ത് വെട്ടിക്കളയാം. ഇനി
ഒ എം n1 ഇൻറ്റു 1/OM എന്ന് പറഞ്ഞാൽ എന്നാ എന്ത് OM OM ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ യു. അപ്പൊ 1/u പ്ലസ് MC 1 റേഡിയസ് ഓഫ് കർവേച്ചർ R ഈക്വൽ ടു n2 ഇൻറ്റു 1/MC R തന്നെ 1/R മൈനസ് 1/IM 1/V ഒബ്ജക്റ്റ് ഇമേജിലേക്കുള്ള ദൂരം V. അകത്തേക്ക് മൾട്ടിപ്ലൈ ആണ് n1/u പ്ലസ് n1/R ഇസ് ഈക്വൽ ടു n2/R മൈനസ് n2/V. R രണ്ട് വശത്തുണ്ട്. അപ്പം n1 യുവും v ഉള്ള പറഞ്ഞാൽ ഒരു വശത്തോട്ടാക്കാണ്. n1/u പ്ലസ് n2/v ഈക്വൽ ടു R ഇവിടെ ഇവൻ അങ്ങ് പോകുമ്പോൾ നെഗറ്റീവ് ആവും n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ R. ഇനി കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ എടുക്കണം. തീർന്നിട്ടില്ല. കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ എടുക്കുമ്പം ഈ വശത്തേക്കാണ് യു. അപ്പൊ യു എന്താവും? എങ്ങനെയാവും? നെഗറ്റീവ് ആവും. പിന്നെ വി ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോസിറ്റീവ് ആണ്, ആർ ഇങ്ങോട്ടാണ് പോസിറ്റീവ് ആണ്. അപ്പൊ യു മാത്രം നെഗറ്റീവ് ആവും. അപ്പൊ n1/u നെഗറ്റീവ് ആവും. അപ്പൊ n2/v ആദ്യം എഴുതാം. n2/v ഇവിടെ മൈനസ് ആകുന്നതുകൊണ്ട് രണ്ടാമത് എഴുതി n1/u ഈക്വൽ ടു n2 മൈനസ് n1/r. തീർന്നു. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ വെച്ച് വേണം നമുക്ക് മിറർ ലെൻസ് ഫോർമുല തെളിയിക്കാൻ. n2/v അതായത് n2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം മൈനസ് ആദ്യത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഈസ് ഈക്വൽ ടു അത് രണ്ടും കുറച്ചുള്ളത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. n2/v മൈനസ് n1/v u ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ r. വൺസ് അഗൈൻ n2/v മൈനസ് n1/u ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡ് ബൈ r. മുമ്പേ പഠിച്ച ഇക്വേഷൻ sin a പ്ലസ് d/2 ഡിവൈഡ് ബൈ sin a/2 ഈസ് ഈക്വൽ ടു n2/n. ഇത് വെച്ചിനി മിറർ ഫോർമുല ലെൻസ് ഫോർമുല തെളിയിക്കണം. അതിന് എന്നാലും തെളിയിച്ചെന്ന് തീരില്ല. സോ ഇവിടെ കൊണ്ട് നിർത്താം. വളരെ മനസ്സിലാക്കിയ സ്റ്റെപ്പുകൾ മുഴുവൻ എഴുതിയെടുത്ത് എനിക്ക് അയക്കുക. ഫിഗർ ക്ലിയർ ആയിട്ട് വരയ്ക്കണം, വലിപ്പത്തിൽ വരയ്ക്കണം. കുറേ നാൾ കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പരീക്ഷ മാർച്ച് ആകുമ്പോഴത്തേന് വീണ്ടും മറിച്ച് നോക്കിയാൽ അത് മനസ്സിലാവാതിരിക്കരുത്. പേരുകളും ലെറ്ററുകളും കൃത്യമായിട്ട് കൊടുക്കണം. ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാക്കി വെച്ച് അതിന് എന്നതാണ് അവിടെ ഉപയോഗിച്ചതെന്നുള്ള എഴുതി വെക്കണം. അല്ലെ പഠിച്ചു വരുമ്പം വായിച്ചു വരുമ്പോൾ ആ സ്റ്റെപ്പിൽ വന്ന് നിന്ന് പോകും. ധാരാളം സമയം അവിടെ നഷ്ടപ്പെടുത്തേണ്ടി വരും. വളരെ പെർഫെക്റ്റ് ആയിട്ട് എസ്എ പോലെ എഴുതിയെടുത്തേ.